എന്തൊക്കെ എഴുതാനുണ്ട്? അയ്യോ അപ്പൊ തന്നെ കുറെ ആയി. ഇത്രയൊക്കെ സാധനങ്ങളാ? നീ എന്തൊക്കെയാ എഴുതിയേക്കുന്നേ? ബുക്ക്, ബാഗ്, കൊട, നെയിം സ്ലിപ്പ്, പിന്നെ പെൻസില്, ലഞ്ച് ബോക്സ്, പുതിയ ഷൂസ്, പിന്നെ പുതിയ ചെരുപ്പ്. കൊട എടി, നീ ബ്രൗൺ പേപ്പർ എഴുതിയിട്ടില്ല. അത് വിട്ടുപോയി ചേച്ചി, ഞാനിപ്പോൾ തന്നെ എഴുതിച്ചേക്കാം കേട്ടോ. എടി, പിന്നെ നമുക്ക് പുതിയ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും വേണം. അതും കൂടി അങ്ങോട്ട് എഴുത്. എഴുതാം. ചേച്ചി ഇതൊന്നും എഴുതിയിട്ടില്ലേ? മൊത്തം എന്നെ കൊണ്ട് എഴുതിപ്പിച്ച് അങ്ങോട്ട് ചോദിക്കാന്ന് വെച്ചോ? അത് ശരി, പാവല്ലേ, എന്തെങ്കിലും വിട്ടുപോയിട്ട് എനിക്ക് പറഞ്ഞു തരാന്ന് വെച്ചപ്പോൾ അവളുടെ അഹങ്കാരം. ഇല്ല ചേച്ചി, സോറി. ചേച്ചി, പിന്നെ ഉണ്ടല്ലോ, പുതിയൊരു നെയിം സ്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിലേ നമ്മുടെ ഫോട്ടോ വെച്ച് കിട്ടും. നീ അത് എവിടെ നിന്ന് കണ്ടു? ഞാനിന്നത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടോ ചേച്ചി? ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് തക്കം വരെ അച്ഛനോട് പറയാം. വേണ്ട, അതൊക്കെ തട്ടിപ്പായിരിക്കും. പോ ചേച്ചി, കാലത്തിനനുസരിച്ച് അങ്ങ് മാറി. ഇപ്പൊ അതൊക്കെ ട്രെൻഡി. ശരി, നോക്കാം. ബാക്കി നീ എഴുത്. ആരിത്? വാസോ? നീയായിരുന്നു? എടാ, സ്കൂൾ ഉറപ്പല്ലേ? ലിസ്റ്റൊക്കെ ഇട്ട് വെക്കുമായിരുന്നു. ഇന്ന് പോയി വാങ്ങാന്ന് വെച്ചു. ഞാൻ പോയിട്ട് വന്നതാ. നല്ല ഉഗ്ര സാധനങ്ങളുണ്ട്. എത്രയും പെട്ടെന്ന് വാങ്ങിക്കോ, എല്ലാം തീർന്നു പോകും. അതെന്താണോ അത്ര തിരക്കാണോ? ഞാൻ അമ്മൂമ്മയും കൂടി പോയിട്ട് ഞാൻ പിന്നെ അമ്മൂമ്മനെ കണ്ടുപിടിക്കാൻ പറ്റ പാടെ എനിക്കറിയോ. അമ്മൂമ്മ നിന്നെ ആയിരിക്കും കണ്ടുപിടിച്ചത്. ഒരു കാര്യം. പെട്ടെന്ന് എഴുത്. കഴിഞ്ഞടാ. ഒരു സ്റ്റൈലും കൂടി അങ്ങോട്ട് എഴുതിയത് ഞാൻ വാങ്ങാൻ മറന്നുപോയി. ശരി, നിന്റെ പേര് വാസൊന്നല്ലേ, അല്ലാണ്ട് ഓസൊന്നല്ലല്ലോ. പാടി ആടന്ന് അങ്ങോട്ട് എഴുതി വെക്കങ്ങോട്ട്. ശരി. പിന്നെന്താ, രണ്ടാഴ്ച ഉണ്ടല്ലോ. രണ്ടാഴ്ച എന്താ പരിപാടി? ഞങ്ങൾ അമ്മ വീട്ടിൽ പോവാടാ, നാളെ പോ. അതേ വാസുമാനെ, അവിടെ ഉത്സവം. ഞങ്ങൾ 2 ആഴ്ച അടിച്ചു വിളിക്കും. ഒരു ഉത്സവം കണ്ടിട്ട് എത്ര നാളായി. പിന്നെ ഈ 2 ആഴ്ച ഞാൻ ബോറടിച്ചിരിക്കുവാണല്ലോ. എന്നാ നീ കൂടി വാടാ, നമുക്ക് അടിച്ചു പഠിക്കാം അവിടെ. അതിനിപ്പെന്താ, നീ വാ. എന്നാ ഞാൻ പോയി അമ്മൂമ്മേടും പപ്പേടും അമ്മയുടെ ഒക്കെ പെർമിഷൻ ചോദിച്ചിട്ട് വരാട്ടോ. വേണം, നാളെ പോകണ്ടോ രാവിലെ കേട്ടോ. നീ പെർമിഷൻ കിട്ടിയാ നീ ഇങ്ങോട്ട് പോര്, നമുക്ക് ഇവിടുന്ന് പോവാം. അതെ, നമുക്ക് ഇവിടുന്ന് പോവാം. അല്ലെങ്കിൽ നമുക്ക് വിളിച്ചു ചോദിച്ചാടാ. അത് വേണ്ട, എന്റെ സാധനങ്ങളൊക്കെ അവിടെ. 2 ആഴ്ചത്തെ സാധനങ്ങൾ എടുക്കണ്ടേ? ശരി, നീ പോയിട്ട് വേഗം വാ, ഞങ്ങൾ സാധനങ്ങളൊക്കെ പോയി വാങ്ങിട്ട് വരട്ടെ. കുറച്ചുകൂടി നേരം അവിടെ ഇരുന്നിരുന്നെങ്കിൽ എന്റെ പോക്കറ്റ് കീറിയാൽ ഓട്ടോയ്ക്ക് വരെ ലോറി പിടിക്കേണ്ടി വന്നേ. തിരക്കല്ലേടാ, പാർക്കിംഗ് ഇല്ല. എന്തായാലും ഓട്ടോ പിടിച്ചത് നന്നായി. കുറച്ച് ദൂരേ ഉള്ളൂ. നമുക്ക് നടന്നു പോവാം ആന്റി. ഗ്രാമം ഭംഗിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നടന്നു പോവാം. മക്കളെ, കാല് വേദനിക്കും. സാരിയില്ല ആന്റി, ഞാൻ ആദ്യമായിട്ടില്ല ഇവിടെ വന്ന്. എനിക്കിതൊക്കെ കാണാലോ. പ്ലീസ് ആന്റി. ഈ ചറക്കൻ നടക്കണം. എന്നാ ശരി, നടക്കാം. കൊണ്ടുവരണ്ടായിരുന്നു. എന്ത് മനോഹരമായ കാഴ്ച. എന്ത് ഈ പുല്ലൊക്കെയോ? ആടി, ഈ ഗ്രാമഭംഗി മിസ്സായി പോയേനാ ഓട്ടോ പിടിച്ചിരുന്നെങ്കിൽ. പണ്ടേ വീട്ടിലെത്തായിരുന്നു. എന്ത് സൂപ്പർ വഴിയാ. അതേ വാസുമാനെ, ഇതുവഴി ആന്റി എന്നും സ്കൂളിൽ നടന്നു പോയിക്കൊണ്ടിരുന്നേ. അപ്പൊ ഇതാണല്ലേ ആ കല്ലും മുള്ളും നിറഞ്ഞ വഴി. അന്നൊന്നും ഇതുപോലത്തെ വലിയ വഴിയല്ലായിരുന്നു, ഒരു ഇടുങ്ങിയ വഴിയായിരുന്നു, മുള്ളൊക്കെ നിറഞ്ഞത്. തുടങ്ങി. ഇതേ മക്കളെ, ഇതാ സുശീലയുടെ വീട്. അമ്മയുടെ കൂടെ പഠിച്ച. അവളിവിടെ ഇല്ലടാ, കല്യാണം കഴിച്ചു പോയി. ഡാർക്ക്. അതായത് കുമാരൻ ചേട്ടന്റെ വീട്. കുമാരാ, അവിടെ തന്നെ ഉണ്ടോ? അതെ, കല്യാണം കഴിച്ചു പോയോ? ഇവൻ തല്ലി വാങ്ങി തരും നമുക്ക്. അതെ, വേഗം നടക്കാം. മക്കളെ, മഴക്കാറുണ്ട് കേട്ടോ, കുറച്ച് വേഗം നടക്കാം. എന്റെ ആ 2 ഓടേ ഉള്ളൂ. പേടിക്കണ്ട മക്കളെ, ഇടി പറ്റിയതാ. അയ്യോ, മഴ പെയ്ത്. മഴ. അയ്യോ, എന്ത് മഴയാണ്. അതെ, മര്യാദ കോട്ടയ്ക്ക് പോയാൽ മതിയായിരുന്നു. മഴ നനയുണ്ടായിരുന്നല്ലോ. മക്കളെ, പേടിക്കണ്ട കേട്ടോ, പയ്യെ അങ്ങ് നടന്നു. ശരിയമ്മ. നശിപ്പിച്ച് കീറി പൊളിച്ച് നാറ്റിക്കോള്. ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. എടി, അലറാതെ നടക്കടി അങ്ങോട്ട്. എടി, അർജുനം പത്തി അടിയടി, ഇടി വെട്ടില്ല. പട്ടി ഓളിയിട്ട പോലെ നടക്കടി അങ്ങോട്ട്. ഈ 2 എണ്ണത്തിനെ കൊണ്ട് നടന്ന് ഞാൻ നനഞ്ഞ് ചീഞ്ഞു. എന്റെ കാര്യം കേൾക്കാണ്ടായി. ഹായ്, മണ്ണിന്റെ മണം. എന്റെ പൊന്നും, ഒരു രക്ഷയില്ല. ഈ ചെളിയുടെ മണമായിരിക്കും. അതിന് ഞാൻ മോങ്ങലൊന്ന് നിർത്ത്. ഇടവപ്പാടി കുറച്ച് നേരത്തെയാ. ഒരു കാർന്നോരി. ചെളി. എന്താ ഇത്, കളിമണ്ണാടി? എന്തായാലും ചെളി തന്നെയല്ലേ. ഇപ്പൊ നിന്റെ കാലിലും കളിമണ്ണ്, തലയ്ക്കകത്തും കളിമണ്ണ്.
കാര്യമാ പറഞ്ഞേ. ചേച്ചി മഴയൊന്നും നോക്കൂല, ഞാൻ അവിടെ പിടിച്ച് തള്ളിയിടും. തള്ളാൻ നീങ്ങി വാ, അപ്പൊ ആഹാ കുറച്ച് കൂടുന്നുണ്ട്. പാറു, ഇനി നല്ല വേനെടുത്ത് ഞാൻ നല്ലത് നിനക്ക് തരും. അയ്യടാ, ഇവിടെ ആരും കുളയൂടി നടക്കട്ടെ. എന്റെ പൊന്നോ, ഏത് നേരത്താണ് നിങ്ങളുടെ കൂടെ ഇറങ്ങി പോരാൻ തുടങ്ങിയ ഉള്ള മഴയെ നനയിപ്പിച്ച് ആളാ കൂട്ടങ്ങൾ കൊടുക്കാൻ രണ്ടെണ്ണം. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റ്, ഒരു വടി എടുത്തിട്ട് വരാം. ആഹാ, എന്തൊരൊത്തൊരുമ. ഇനി ഞാനായിരിക്കും അടി കൊള്ളാൻ പോകുന്നത്. മഴയത്ത് നീ എന്തെടുക്കും അവിടെ? ഞാൻ കുറച്ച് തുളസി പറിച്ചതാ ചേട്ടാ. നിനക്കൊരു കൊടയെടുത്തൂടേടി, ഈ മഴ മൊത്തം നനയേണ്ട കാര്യമുണ്ടോ? ഇന്നോ ഇന്നലെ തുടങ്ങിയ മഴയൊന്നും അല്ലല്ലോ, ഞാനിത് കൊള്ളാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറേ ആയേ. എന്ത് പറഞ്ഞാലും ഉണ്ടാവും ഉത്തരം. അല്ല ചേട്ടൻ പോയിട്ട് വന്നോ, അമ്പലത്തിൽ പോയിട്ട് വന്നോ? നല്ല മഴയല്ലേ, പെട്ടെന്ന് നിങ്ങൾ പോന്നു. കാക്ക വിരുന്ന് വിളിക്കുന്നുണ്ടല്ലോ, ഇന്ന് വിരുന്നുകാരുണ്ട് ഉറപ്പാ. ഈ മഴയൊക്കെ ആര് കയറി വരാനാ? ചുമ്മാ ഒരു അന്ധവിശ്വാസങ്ങൾ. അത് നേരെ, ഇങ്ങോട്ടൊക്കെ ആര് വരാനാ? ചേട്ടാ ഞാൻ പോയി ചായ ഇടാം. ചായ മാത്രം ആക്കണ്ട, എന്തെങ്കിലും കണക്കിലെടുത്തോ. അല്ല ആരിത്? പൊന്നെ, ഇത് എവിടെയായിരുന്നു? അയ്യോ മാളു പാറു, ഇതെന്താ ഒരു മുന്നറിയിപ്പുണ്ടായില്ലല്ലോ. അയ്യോടാ, കേറി വാ മക്കളെ, കേറി വാ. ആസുമോനെ, ഇവര് എന്ന് ഫോൺ വിളിക്കുമ്പോ പറയാറുണ്ട് മോനെ പറ്റി. കേറി വാ മോളെ, എന്നാ ഉണ്ട് വിശേഷം? എന്നാ മോളെ ഒന്ന് വിളിച്ചു പറഞ്ഞോ പോലുമില്ലല്ലോ. അമ്മയാണെങ്കിൽ ഒന്നും വാങ്ങി വെച്ചിട്ടില്ല. കാക്ക വീടിന് വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു അപ്പൂപ്പനോട് ആരോ വരുന്നുണ്ടെന്ന്. എന്താ വാസുമോനെ? ആ മോനെ, അത് പണ്ട് മുതലേ ഉള്ളൊരു വിശ്വാസം. അപ്പോൾ ഈ കാക്ക ഒരു ഫ്ലാറ്റിന്റെ മുന്നിൽ ഇരുന്ന് വിരുന്ന് വിളിച്ചാ ആ ഫ്ലാറ്റിലെ എല്ലാ വീട്ടിലും വിരുന്നുകാർ വരുമോ? അതെന്റെ ഉത്തരം മുട്ടിപ്പോയാ. ഇങ്ങോട്ട് വാ മോനെ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വാ, അപ്പൊ നിന്റെ സംശയമൊക്കെ മാറൂടാ. നല്ലൊരു സംശയമായിരുന്നു. ആഹാ, എന്ത് വിശാലമായ മഴ. വിശാലമഴയോ? എന്നാ സൂര്യമഴ, സൂര്യമഴ. ആ ചടയും കൊണ്ട് ഇറങ്ങിക്കോളൂ, ഒരു സെൻസും ഇല്ലല്ലോ അവർക്ക്. മക്കളെ വാ, പരിപ്പോടും ചായ എടുത്ത് വെച്ചേക്കുന്നു. പരിപ്പോടും ചായയോ? എന്താ വാസുമോന് ഇഷ്ടമല്ലേ ഇത്? എന്ത് ചോദ്യാ മഴ, പരിപ്പുവട, ചായ, നല്ല ക്ലാസിക് അന്തസ്. ഒരു പ്രകൃതിവാദി വന്നേക്കുന്നു. പിന്നെ അങ്ങനെയാവണ്ടേ, ഈ നാട്ടിൻപുറത്തിന് മഴ കണ്ടിട്ട് എത്ര നാളായി. അയ്യോടാ പാവം, മോന്റെ അമ്മൂമ്മയ്ക്കൊക്കെ എവിടെയാ? അമ്മൂമ്മ കുറച്ച് മോഡേൺ അമ്മൂമ്മ. മോഡേൺ ചിന്താഗതിയായോണ്ട് ഫ്ലാറ്റിലായിരുന്നു ജീവിതം മൊത്തം. അയ്യോടാ, മക്കൾക്ക് എവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഈ ഗ്രാമവും ഈ പച്ചപ്പും ഒക്കെ കാണാനല്ലേ ഈ വാസു ഇന്ന് എത്തിയത്. എന്താ പറഞ്ഞോ? പിന്നെന്താ, ഇവിടെ എന്തൊക്കെ കാണാൻ കിടക്കുന്നു വാസുമോന്? അതെ അമ്മൂമ്മ, കൊറേ ഉണ്ട്. പൊളിക്കാൻ കുറെ സമയം എടുക്കും. എന്തുവാ? അല്ല, അടിച്ചു പൊളിക്കാനേ കുറച്ച് സമയം എടുക്കുന്നു. മോനെല്ലാം കണ്ട് പയ്യെ പോയാ മതി കേട്ടോ. ശരി അമ്മൂമ്മ, എന്നല്ല അമ്മൂമ്മ, വീട്ടിലൊരെണ്ണുണ്ട്. രാമനാമം ജപിച്ച് ഇതുപോലെ ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. കോമിക്ക് ബുക്കും വായിച്ച് സ്പൈഡർമാനും കൊണ്ട് ഇരിപ്പുണ്ട്. അതാരുവാ മോനെ സ്പൈഡർ മോൻ? അതൊക്കെ സൂപ്പർ ഹീറോസ് അമ്മൂമ്മ, പയ്യെ പറഞ്ഞു തരാം. പക്ഷെ രാമനാമം ജപിച്ചോടെ ഇരുന്നോണം. ആയിക്കോട്ടെ മോനെ. അപ്പൊ എങ്ങോട്ടായി മഴയത്ത്? മക്കളെ, പശുവിനെ അഴിച്ചേട്ടാ മറന്നുപോയി. അപ്പൊ കഴിച്ചു കയറ്റിട്ട് വരാട്ടോ. മൂന്ന് പശുണ്ട്. എന്ത് പശുവോ? നീ ഒന്നും മിണ്ടാതിരുന്നേടി, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. മഴ മാറി വരുന്നുണ്ട്. മക്കളെ വാട്ടോ, പുറത്തോട്ടൊന്നും പോകല്ലേ. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി. ആഹാ, മണ്ണിന്റെ മണമുള്ള കവിതകൾ. നിനക്കെന്താടാ ഗ്രാമം ഇത്ര ഇഷ്ടം? നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കും. നാളെ രാവിലെ എണീറ്റ് റബ്ബർ വെട്ടാൻ പോണം. അതിനിവിടെ റബ്ബറില്ലല്ലോ, കുറെ തെങ്ങുണ്ട്, വേണമെങ്കിൽ കയറിക്കോ. റബ്ബറില്ലേ? വൈകുന്നേരം കുളത്തിൽ മുങ്ങി കുളിക്കണം. വലിയ ചന്ദനാദി എണ്ണ കിട്ടുമോ? നെല്ലിക്കത്താളം തന്നെ വേണ്ടി വരും. അതായാലും മതി. താരന് ബെസ്റ്റാണ്. ചെക്കൻ്റെ കിളിവായെന്ന് തോന്നുന്നു. ഞാൻ പോയി അപ്പൂപ്പനെ പശുവിനെ കറക്കാൻ സഹായിച്ചിട്ട് വരാം. ഒരു 6 ലിറ്ററെങ്കിലും ഇത്തോടെ എടുക്കണം. കളർ വന്നിട്ട് ജേഴ്സി പശുവാന്ന് തോന്നുന്നു.
ചേച്ചി ഇവൻ പണിയാവോ? ആന്ന് തോന്നണുണ്ടടി. സ്കൂൾ ഇറക്കുമ്പോ വന്നാ മതിയായിരുന്നു. അതിനെവിടെയാ പശു? അമ്മച്ചാ, അമ്മച്ചാ. വാസു, എന്നെ വിളിക്കോ? ഇവക്ക് എന്നെ അറിഞ്ഞൂടാ. ഇടിച്ച് പപ്പടാക്കും ഞാൻ. ഡാ, വേണ്ട, കിട്ടിയത് പോലെ. തൽക്കാലത്തേക്ക് ക്ഷമിക്കാലേ. അതായിരിക്കും നല്ലത്. പരിചയമില്ലാത്തോണ്ടാ. ഇണങ്ങി കഴിഞ്ഞ അവള് പാവാ. അതായിരുന്നോ? ഹായ് പശു, ഞാൻ വാസു, 5B ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂൾ നടത്തറ. യുവർ ഗുഡ് നെയിം പ്ലീസ്? ബേ, നല്ല പേര്. ഇവിടുത്തെ പുല്ലൊക്കെ എങ്ങനെയാ? ജ്യൂസി ആൻഡ് ടെൻഡറി ആണോ? പിന്നെയും ബേയാ? ആളത്ര ഫ്രണ്ട്ലി അല്ല. തന്ന വൈബ്. കുറച്ചുമ്പോ പരിചയപ്പെട്ടത് പോലെ. എന്നാ ഇനി നാളെ പരിചയം പുതുക്കാൻ വരാവേ. ബൈ ബൈ ബേ പശു. ഇതുവരെ ഇനി വേറെ ഐറ്റം ചവിട്ടി കൊന്നേനപ്പ. എന്തിനാ? ഒന്ന് പരിചയപ്പെട്ടിരിക്കാനാ. വെറുതെ ഇടികൊള്ളണ്ടല്ലോ. വാ, പോയി ചായ കുടിക്കാം. ചായ കൈപോയ കാവടിയാട്ടം. അമ്മമ്മേ, കനത്തിൽ എന്തെങ്കിലും ഒന്ന് എടുക്ക്. നല്ല വിശപ്പുണ്ട്. കനത്തിലൊന്ന് കിട്ടിയില്ലേ? അതുപോലെ. അത് പരിചയക്കുറവില്ല. അപ്പൊ പോയി പാലിനൊക്കെ എന്താ വില? നമ്മള് പാല് കൊടുക്കാറില്ല വാസുമോനെ. ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് എടുക്കാറുള്ളൂ. വലിയ മെച്ചൊന്നുമില്ലല്ലേ? പശുവിനേക്കാളും നല്ലൊരു പാടാ പൂപ്പ. നമുക്ക് ഇവറ്റകളൊക്കെ കൊടുത്തിട്ടേ കുറച്ച് ആടിനങ്ങ് വാങ്ങാം. ഇവറ്റകൾ അത്ര ഫ്രണ്ട്ലി അല്ല. ആടാകുമ്പോ ഇച്ചിരി പിണ്ണാക്ക്, ഇച്ചിരി കാലിവെള്ളം അതങ്ങ് കൊടുത്താലേ പാല് ശറപറേന്ന് കിട്ടൂലേ? ആലോചിക്കാടോ മോനെ. മക്കളെ വാ, കപ്പയും മീൻകറിയും കഴിക്കാം. മഴ, കപ്പ, മീൻകറി, ചായ. തുടങ്ങി. പിസയും ബർഗറും ഒക്കെ വലിച്ചു കയറ്റുന്ന നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ഇനി എത്ര വലിയ കമ്മട്ടം കൊണ്ട് തൂക്കിയാലും കപ്പയുടെ തട്ട് താന്നിരിക്കും. നല്ലോണം കഴിക്കൂ വാസുമോനെ. അമ്മമ്മേ, നാളെ രാവിലെ എനിക്ക് പഴങ്കഞ്ഞി മതി. നീ കൊള്ളാലോട്ടാ. ആ ശരി, പഴങ്കഞ്ഞിയും മോരും ഇന്നത്തെ കപ്പയും കാലായി അച്ചാറും കൂടി തരാം. പഴങ്കഞ്ഞിയോ? ഇവനെ കൊണ്ടുവന്നേ അടുത്തായി. മക്കളെ, ഉച്ചക്ക് പൊതിച്ചോറും തരാം. പൊതിച്ചോറോ? അതെന്താണ്? ആ വാസുമോനെ, ഒരു വാഴയില നമ്മൾ ഇങ്ങോട്ട് എടുക്കും. അതിൽ കുറച്ച് എണ്ണ തേച്ച് ഈലിട്ടങ്ങ് വാട്ടിയെടുക്കും. ഇല അങ്ങോട്ട് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ അതിലോട്ട് നല്ല പുത്തരിച്ചോറ് അങ്ങോട്ട് ഇടും. 2 മുരിഞ്ഞ ചാല വറുത്തത് കൂടി അങ്ങോട്ട് വെക്കും. കുറച്ച് കടുമാങ്ങാച്ചാറും 2 മുട്ട പൊരിച്ചതും കുറച്ച് തേങ്ങാ ചമ്മന്തിയും കൂടി അങ്ങ് വെക്കും. പിന്നെ എന്തെങ്കിലും മെഴുക്കുവരട്ടും കൂടിയിട്ട് അതങ്ങ് കെട്ടി വെക്കും. എന്നിട്ടൊരു 2-3 മണിക്കൂർ അതങ്ങ് വെക്കും. അപ്പോഴേക്കും ആ ഫ്ലേവറൊക്കെ അങ്ങ് ഇറങ്ങും. ഒരു ഉച്ചകൂടിന്റെ സമയമാകുമ്പോൾ അതങ്ങ് തുറന്ന് ഒരു മണങ്ങ വരും. അതങ്ങ് ശ്വസിച്ചിട്ട് കുറച്ച് മീൻകറിയും കൂടി അങ്ങോട്ട് ഒഴിച്ച്. മനുഷ്യരെ കൊതിപ്പിക്കാനായിട്ട് ഇത്രയും നാളും ഞാൻ ഇവിടെ വരാതിരുന്നതിൽ ഞാൻ ഖേദിക്കുന്നു. ഇനി ശിഷ്ടകാലം ഇവിടെ കൂടാം. ഞാനിപ്പോ വരാമേ. ഹലോ, സിറ്റിന്ന് അമ്മയല്ലേ? ഇനി എനിക്കൊരു തിരിച്ചുവരവ് ഉണ്ടായില്ല, അത് പറയാൻ വിളിച്ചതാ. എന്ന് നശിച്ച ചീഞ്ഞ മഴ. നനഞ്ഞു. അല്ല മോളെ, നീ ഇത് എവിടെയായിരുന്നു? എന്റെ അമ്മേ, ഒന്നും പറയണ്ട. ഞാൻ ആ ലീലയുടെ വീട് വരെ പോയതാ. അവളെ കണ്ടിട്ട് കുറെ ആയല്ലോ. ആഹാ, അതായിരുന്നോ? ഇതേ കപ്പ കഴിക്ക്. പിള്ളേരൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നീയും കൂടി ഉള്ളൂ. അത് ശരി, എല്ലാരും കഴിച്ചോ അമ്മേ? എല്ലാവരും കഴിച്ചു. ഇതേ പിള്ളേർ അപ്പുറം ഇരുന്ന് കളിക്കുന്നുണ്ട്. നീ പോയി കഴിക്കും. ഇനി കഴിക്കാം. അതെ അമ്മേ, നാളെ ഇനി ഉത്സവമല്ലേ? ഇവിടെ ഒന്നും ആഘോഷമൊന്നും കാണുന്നില്ലല്ലോ. നാളെ കഴിഞ്ഞോ? ഇനിയുണ്ട് 5 ദിവസം. എന്താ അമ്മേ പറയണേ? 5 ദിവസോ? അതെ, നീ എന്താ മറന്നുപോയോ? അയ്യോ, ഞാൻ 2 ദിവസം കഴിഞ്ഞാന്ന് പറഞ്ഞിരുന്നതാ. അയ്യോ, പിള്ളേർക്ക് സ്കൂൾ തുറക്കുമല്ലോ. ആണോ? അയ്യോ, സാരമില്ല. ഞാൻ അടുത്ത ഉത്സവം കൂടാം. അവരിത് കേൾക്കണ്ട. കേട്ട് ചുരുക്കം പറഞ്ഞാ ഉത്സവം കൂടാൻ പറ്റൂലല്ലേ? ഓരോന്ന് പറഞ്ഞ് മോശിപ്പിച്ച് കൊണ്ടുവന്നപ്പോ ആലോചിക്കണായിരുന്നു. അത് പിന്നെ വാസുമോനെ, എന്ത് ചെയ്യാനാ? സ്കൂൾ തുറപ്പല്ലേ? ആ ദിവസം തന്നെ സ്കൂളിൽ പോണ്ടേ? അത് ശരി, എനിക്ക് ഡേറ്റ് മാറിപ്പോയതൊന്നും ഇപ്പൊ വിഷയമല്ലല്ലേ? സാരമില്ല മക്കളെ. എന്താ അമ്മമ്മ ഈ പറയുന്നേ? എന്താ ആഗ്രഹിച്ച് മോശി വന്നതാ? എന്നിട്ടിപ്പോ മോനെ, നീ ഇപ്പൊ ഇത് അവരോട് പറയാൻ നിക്കണ്ടട്ടോ. ഇപ്പൊ ശരിയാക്കി തരാം. എന്നാലും എന്റെ അമ്മേ, എന്തായാലും നല്ല പണിയായിപ്പോയി. ആടാ, ഈ സ്കൂളൊക്കെ എത്ര പെട്ടെന്നാണ് തുറക്കുന്നേ. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യ ജീവിതം എന്നൊക്കെ പറഞ്ഞ. എന്നാലും ആലോചിച്ചിട്ട് തന്നെ സങ്കടം വന്നു. സാരേ ചേച്ചി, നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദീപം ദീപം
ദീപം ഈശ്വര ഭഗവാനെ രക്ഷിക്കണേ. എടി കൊച്ചേ, ആ വാർത്ത അങ്ങ് വെച്ചിട്ട് വരാം. ശരിയമ്മേ. ദൈവമേ കൈതാളാം കേക്കുമാറാകണം. പാവമാം ഞങ്ങളെ കാക്കുമാറാകണം. അയ്യോ മഴ വീണേ. സ്കൂളിൽ അവധി കിട്ടണേ. സ്കൂൾ ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞാൽ മതി. എന്റെ ഭഗവാനെ കത്തണേ. എന്റെ പൊന്നു ചെറുക്ക ഒന്ന് എണീറ്റ് പോ. ചുമ്മാ ഷോ ഇറക്കിക്കൊണ്ടിരിക്കേ. ആശമാനെ സാരമില്ലടാ, നമുക്ക് അടുത്ത വർഷം നല്ല ഉത്സവം കൂടാ. പിന്നെ എന്താ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാലോ. ദുഷ്ടശക്തികളെ പുറത്തു പോ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കനത്ത മഴ മൂലം സ്കൂൾ തുറപ്പ് ഒരാഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. എന്നാലും എന്റെ കൊച്ചേ, നീ ഇതെങ്ങനെ സാധിച്ചു? അതാണ്ടി പിള്ള മനസ്സിൽ തളരല്ലോ. ഇന്ന് സമ്മതിക്കണം. എടി കൊച്ചേ, ഈ ചാനൽ ഒന്ന് വെച്ചേ. ഞെട്ടണം. അതെ, താൻ പാതി ദൈവം പാതി നാളല്ലോ. പാതി ഞാൻ പണിത്. എന്ത്? അതാ ഹലോ, ജില്ലാ കളക്ടറിന്റെ ഓഫീസാണോ? ഇതൊരു അഭയാകാംക്ഷയാ. അതൊക്കെ തന്നെ. അതെ, തച്ചങ്കിരി ഭാഗത്ത് കൊടും മഴ. സ്കൂളിൽ പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഒരു അവധി പ്രഖ്യാപിച്ചാൽ നന്നായിരുന്നേനെ. അത്രക്ക് ബുദ്ധിമുട്ടാണേ. ഇവിടെയൊക്കെ നീന്തി പോകാനേ പറ്റൂ. അയ്യോ ഇപ്പൊ മുങ്ങി ചത്തന. വെള്ളക്കെട്ട് വേണ്ട പോലെ ചെയ്യാമോ? വേഗാവട്ടെ. പിള്ളേരൊക്കെ എങ്ങനെ പോകുന്നത് ടെൻഷൻ അടിച്ചിരിക്കുക. നേരത്തെ ഒരു വാർത്ത പ്രഖ്യാപിച്ചാൽ നന്നായിരിക്കും. ശരി. വളരെ നന്ദി. താങ്ക് യു. ഇനി എന്തായി? ചോറും കറിയൊക്കെ റെഡിയായോ? ഇല്ല, ഇന്ന് കഞ്ഞിയാ. ചേച്ചി കുറച്ച് സാമ്പാർ കൂടി വെക്കാം. കഷ്ണമൊക്കെ തീർന്നു. ഒന്ന് വാങ്ങിട്ട് വരാവോ? അതിനിപ്പോ എന്താ, ഞാൻ ആ പശുവിനെ അഴിച്ചു കെട്ടിയിട്ട് വാങ്ങിട്ട് വരാവേ. വേഗം വേണം. ഇനി ഉച്ചക്ക് വന്നിട്ട് ഒന്നും തിന്നാനില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് തരാം. വേഗം പോയി വാങ്ങിട്ട് വാ. ശരി. എടി ക്യാഷായിട്ട് പ്ലാവിൽ എടുക്കാട്ടോ. പ്ലാവിലെ മതി ചേച്ചി, അത് വലുതല്ലേ. എടി അതടി നല്ലത്, നമുക്കത് ഉപയോഗിച്ചാൽ മതി. അതാകുമ്പോൾ ഇവിടെ ഒത്തിരി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒത്തിരി ക്യാഷ് കിട്ടുമല്ലോ. ശരി ചേച്ചി, അപ്പോൾ പ്ലാവിലെടുത്ത് പോയി സാമ്പാർ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വാട്ടോ. ശരി, ഞാൻ വാസൂട്ടൻ്റെ കട വരെയും പോയിട്ട് വരാം. ശരി. എടി ഞാൻ ആ പേഴ്സും കൂടി എടുക്കാട്ടോ. നമുക്ക് അതിലേ ഇലക്കിട്ട് വെക്കാം. ഞാനത് പറയാൻ വരുമായിരുന്നു. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാടി. ചേട്ടാ, ഒരു തേങ്ങയും കൂടി കിട്ടുമായിരുന്നു. കൊച്ചാക്കായിരുന്നു. ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. കുറേ നാളായി. എന്തുണ്ട് വിശേഷം? എന്ത് പറയാനാ, മഴയൊക്കെ ആയതുകൊണ്ട് കച്ചവടം കുറച്ച് കുറവാണേ. ആണോ? ഞങ്ങളെ സാമ്പാർ ഉണ്ടാക്കാൻ പോവായിരുന്നു. വാസൂട്ടാ, കുറച്ച് ഉള്ളിയും കുറച്ച് വെള്ളരിക്കയും വേണമായിരുന്നു. സോറി, സ്റ്റോക്കില്ല കേട്ടോ. സ്റ്റോക്കില്ലെന്നോ? പച്ചക്കറി ഒന്നും എടുത്തിട്ടില്ല, മഴയല്ലേ, ചിഞ്ഞു. പിന്നെ നീ എന്തിനീ കട തുറന്നു വെച്ചേക്കുന്നേ? ഈച്ചടിക്കാലോ? എന്താണ് നീ പറയുന്നത്? ചേച്ചി കേട്ടിട്ടില്ലേ? ഈച്ചടിച്ചിരിക്കാന്ന്. അതന്നെ. ചേടാ, ഞാനിനി പാറുവിനോട് എന്ത് പറയും? തൽക്കാലം വന്നാലേ 2 കല്ലുമിഠായി എടുക്കട്ടെ? എടുക്ക്. കാശൊക്കെ ഉണ്ടല്ലോ, കടം പറയില്ലേ? നല്ല ഒന്നാന്തരം പ്ലാവിലെ കാശുണ്ട്. അപ്പൊ ഡോളറല്ലേ? ആടാ. എന്നാലും പോവല്ലേ, ഞാനും കൂടി വരാം. കട അടിച്ച് വീട്ടിൽ പോവാം ഉള്ള സമയത്ത്. ഇങ്ങനെയാണ് ഈ കട പൂട്ടും കേട്ടോ. എന്റെ പറഞ്ഞോ, സ്വസ്ഥ സമാധാനം. ഒടുക്കത്തെ കടം പറിച്ചില്ല. എന്നാ വാ പോകാം, വീട്ടിൽ ഊണ് കഴിക്കാലോ. സാമ്പാറില്ലാത്ത ഊണൊന്നും എനിക്ക് വേണ്ട. എന്താ ചേച്ചി, സാധനങ്ങളൊന്നും കാണുന്നില്ലല്ലോ. കടയിലൊന്നുമില്ല ഞെടി. ഒന്നുമില്ലാഞ്ഞാ? ഇതെന്ത് കടയാ? എന്നെ കടയെ കുറ്റം പറഞ്ഞാണ്ടല്ല. പിന്നെ കടയായ സാധനങ്ങൾ വേണ്ടേ? അതെന്താ എന്നാരും അറിഞ്ഞു? ഞങ്ങൾക്ക് സാമ്പാർ ഭക്ഷണം കിട്ടിയില്ലല്ലോ. പള്ളതൊക്കെ കൊണ്ട് വെക്കാൻ പഠിക്കണം മനുഷ്യന്മാരായ. കടയിലൊന്നും ഇല്ലെങ്കിലും അഹങ്കാരത്തിനൊരു കുറവില്ലല്ലോ. വലിയവായി ചെറിയ വർദ്ധാനം പറഞ്ഞോ എന്നെ കിട്ട് കടല. ഇതങ്ങനെയല്ലല്ലോ. കാര്യം പിടിയിട്ടില്ലേ? അത് മതി. അല്ല, ഇതെന്താന്ന്? ഇത് കഞ്ഞി. അപ്പൊ ഈ മണ്ണ് കൊത്തി വെച്ചേക്കുന്ന എന്താ? അത് മണ്ണപ്പം. കുഴിമന്തിയും കൂടി ആയിരുന്നു. ഒരു കുഴിവത്തടേ. സൂപ്പർ ഐഡിയ. ഇവിടെ ഒരു കുഴിവത്തി നമുക്ക് കുഴിമന്തി ഉണ്ടാക്കാം. സെറ്റ്. കുറച്ച് ശരിക്കും ഫ്രൂട്ട്സ് കിട്ടുമായിരുന്നെങ്കിൽ. പേരക്കയും കമ്പ്രൂസ് നാരങ്ങയും ഒക്കെയാണോ? അത് തന്നെ. അത് ഞാൻ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. എവിടെ? ഞാനും കണ്ടായിരുന്നു കമ്പ്രൂസ് നാരങ്ങ. നമുക്ക് അമ്മയോട് പറഞ്ഞിട്ട് പോയി പറിച്ചാലോ? ഉഗ്രൻ ഐഡിയ. ഈ പൊട്ടക്കളിക്ക് ഒരു അവസാനമാകും.
നേരെ ചേച്ചി നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഇതെന്താ ചേച്ചി ബാഗില്? എടാ ഇത് പ്ലാവിലെ ക്യാഷാ, പ്ലാവിലിട്ട് വെച്ചേക്കുവാ. ആ ഇനി ഞാൻ ക്യാഷ് ഡീൽ ചെയ്യാം. തന്നോളൂ തന്നോളൂ. ഓ അതിനെന്താ, എന്നാ പിടിച്ചോ. അത് പറിക്കാൻ പറ്റുന്നില്ലല്ലോ, ഒരുപാട് ദൂരത്താ. എന്ത് ചെയ്യും? അയ്യോ നേരാ. കുമ്പളൂസ് സാധനം കഴിക്കാന്ന് പറഞ്ഞു വന്നതാ. സാരമില്ല, നമുക്ക് അവിടുത്തെ അങ്കിളിനെ വിളിച്ചു പറയാം, വീട്ടിലെത്തും സാധനം. ആ അങ്ങനെയാണെങ്കിൽ ഒരു 2-3 വേണമെന്ന് പറഞ്ഞിരി കേട്ടോ. ഈ എടാ ഒരെണ്ണം കിട്ടിയാ ഭാഗ്യം. ആ എനിക്കാണെങ്കിൽ നല്ല ആഗ്രഹമായിരുന്നു അത് കഴിക്കാൻ. എടി കൊതിക്ക് കിട്ടുപടി. വാ നമുക്കിപ്പോ പോവാം. ഇത്ര നടന്നു വന്നിട്ട് നല്ലോണം വിശക്കുന്നുണ്ട്. വാ നടക്ക്, പരിഹാരം ഉണ്ടാക്കാം. ഓ മൈ ഗോഡ്, ചേടാ ഇവനിതെവിടെ പോയി? അതെ അവന് പരിചയമില്ലാത്ത സ്ഥല, എങ്ങോട്ടേലും പോയി എങ്ങനെ കണ്ടുപിടിക്കാനാ? എടാ വാസു, എടാ വാസു, വാസുട്ടാ. എന്റെ പൊന്നു, നിനക്ക് ആറിപ്പോവല്ലേ? ഞാൻ ദേ എത്തി. ഇതവിടെ പോയതാ. എടി ഞാൻ ഗജരാവ പറമ്പി വെച്ച് മറന്നു. പൂത്ത കാശാണല്ലോ അതില്. ആ ഡോളറായി ഡോളർ. വാ നമുക്ക് നടക്കാം. ദേ രാമച്ചേട്ടന്റെ കട. അവിടെ നല്ല ചൂട് പരിപ്പോടെ കിട്ടും. പക്ഷെ നമ്മുടെ ഈ ക്യാഷ് ഇല്ലല്ലോ. അതെ പിന്നെ വരാം. ആ ഈ ബാഗ് ഇട്ടോണ്ട് നടക്കണമെങ്കിൽ ഇപ്പൊ ഒരു ഗുണം ഉണ്ടായല്ലോ. വാ വാ വാ. അല്ല ഇതാരിത്? സുന്ദരിയുടെ മക്കളല്ലേ? എന്നുണ്ട് വിശേഷം? കൊറേ ആയല്ലേ അങ്ങ് കണ്ടിട്ട്. സുഖം തന്നെ മക്കളെ. മക്കൾക്കോ? ഞങ്ങൾക്ക് സുഖാ. ഇതാരാ? ഇത് ഞങ്ങളുടെ ഫ്രണ്ടാ, നാളേക്ക് ചുറ്റിക്കാണാൻ വന്നതാ. ആഹാ മോന്റെ പേരെന്താ? എന്റെ പേര് വാസുന്നാ. ആഹാ നല്ല പേരാണല്ലോ. അപ്പൂപ്പാ ഒരു 3 പരിപ്പോടെ എടുക്ക്, വിശന്നിട്ട് മേല. ഓ അതിനെന്താ, ഇപ്പൊ എടുക്കാം. എന്നാ മക്കളെ. ഓ ക്യാഷ് എടുക്കാനാവും. അപ്പൂപ്പോ പിന്നെ എങ്ങനെയൊക്കെ പോകണം? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ആ ഇപ്പം കൊള്ളാലോ. തിരക്കേടില്ല മോനെ, വളരെ നന്നായിട്ട് പോണം. അയ്യോ മഴ വരാൻ പോകുന്നു. അയ്യോ നമുക്ക് വേഗം പോവാം. അപ്പൂപ്പാ ഞങ്ങൾ ഇത് വീട്ടിൽ പോയി കഴിച്ചോളാം കേട്ടോ. ഓ അങ്ങനെ ആയിക്കോട്ടെ. ഇപ്പൊ ആകെ മൊത്തം എത്രയായി? മൊത്തം ഇപ്പൊ 30 രൂപ. ഓക്കെ, ഞാൻ പേഴ്സ് ഒന്ന് എടുത്തിട്ട് വരട്ടെ. പേഴ്സോ? ആഹാ പേഴ്സ് തന്നെ ക്യാഷാണോ? അതെ അപ്പൂപ്പാ. എന്നാ 10ന്റെ 4 പ്ലാവിലുണ്ട്. 40 രൂപ. ഡോളറാ, കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ കിട്ടും കേട്ടോ. എടീ മഴ വന്ന്, ഓടിക്കോടി ഓടിക്കോടി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. എടീ ഇവിടെ നല്ല ആഴമുണ്ടോ? ഇവിടെ ഒട്ടും ആഴമില്ല, നടന്ന് നമുക്ക് അപ്പുറത്ത് പോവാം. ആഹാ പിന്നെ നമുക്ക് മീനെ പിടിക്കാം. ആദ്യം പോയി കുറച്ച് മണ്ണിരേനെ പിടിച്ചിട്ട് വാ, എങ്കിലേ മീനെ കിട്ടുള്ളൂ. ശരി മാവി ചേച്ചി, ഞങ്ങൾ പോയി മണ്ണിരേനെ പിടിച്ചിട്ട് വരാം. മൈക്കളും കൂടി ഉണ്ടായിരുന്നു, എന്ത് രസമായേനെ. എന്ത് നല്ല സുന്ദരമായ കാഴ്ച. ചേച്ചി മണ്ണിര റെഡി, ടങ്കീസ് റെഡി. പക്ഷേ നമുക്ക് കുടയെടുക്കാം, കുടയുടെ അറ്റത്ത് ടങ്കീസിട്ട് മീനെ പിടിക്കാം. ഇപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. കുട നശിപ്പിക്കരുത്, അവസാനം നമുക്ക് കിട്ടും. ഇല്ല ചേച്ചി. കടലിലക്കര പോണോരെ, കാണാപ്പൊന്നിന് പോണോരെ, പോയി വരുമ്പോ എന്ത് കൊണ്ടുവരും? കൈ നിറയെ ഇവനെ കൊണ്ട് ഞാൻ പിള്ളേരെ മഴ വന്നു, നമുക്ക് വേഗം പോവാം. ഇന്നത്തേക്ക് കറിക്കുള്ള മീനായിരുന്നു. സാരിയില്ല, അതവിടെ അമ്മ മുരിച്ച് വെച്ചിട്ടുണ്ട്, നമുക്കത് കഴിക്കാം കേട്ടോ. ആ അങ്ങനെ ആവട്ടെ, ഞാൻ ഒന്ന് ഈ വെള്ളത്തിൽ ഇറങ്ങിട്ട് ഓടി വരാവേ. ആ നീർക്കോടി ഉണ്ടാവും, നോക്കി. അല്ല വേണ്ട, പോവാ. എന്തേ പേടിച്ചു പോയോ? അല്ലടി വെറുതെ മണ്ണും ചെളിയൊക്കെ പറ്റിക്കണം. വാ സമയമില്ല. ഇത് കണ്ടോ, ഇതാ കോലാടിമുത്തിയുടെ അമ്പലം. ഇവിടെ ഉത്സവം നടക്കാൻ പോകുന്നത്. എന്നിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ. മഴയൊക്കെ അല്ലേ, ഉത്സവത്തിന് ഇനിയും ദിവസങ്ങളില്ലേ, അതാ. ഹായ് നല്ല രസം ഇവിടെ കാണാൻ. കോലാടിമുത്തിയുടെ ശക്തി വേറെ ഒന്നും തന്നെ. ഈ നാട് കാക്കുന്നത് ഈ മുത്തിയാ. അതെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും കോലാടിമുത്തി സാധിച്ചു തരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? അങ്ങനെ പരീക്ഷിക്കാനൊന്നും പാടില്ല, അതുകൊണ്ട് അത്ര വലിയ അനുഭവങ്ങളൊന്നുമില്ല. ഓഹോ, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ. കോലാടിമുത്തി ഈ വർഷം സ്കൂൾ തുറക്കുമ്പോ മേഴ്സി എന്റെ ക്ലാസ്സിൽ തന്നെ വന്നേ, പ്ലീസ്. ഇവനെ കൊണ്ട് ഞാൻ തോറ്റി. എന്റെ ഈശ്വരാ, ഈ പിള്ളേരവിടെ പോയി കിടക്കുന്നു. കൊടുക്കത്ത മഴ. വന്നല്ലോ. എങ്ങോട്ടാ ഈ മഴയത്ത്? മക്കളെ നിങ്ങൾ അന്വേഷിച്ച് ഇറങ്ങിയത് എവിടെയായിരുന്നു? ഒന്നും പറയണ്ടാങ്കി ഈ നാട് മൊത്തം ഒന്ന് ചുറ്റി. അതെ അമ്മേ, ഒന്ന് മൊത്തം ചുറ്റിട്ട് വന്ന. ഞാനങ്ങ് പേടിച്ചു, മഴയാണല്ലോ. വാ അകത്തോട്ട് പോവാ. അമ്മൂമ്മ നിങ്ങൾക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹായ്, ഇനി ചക്കപ്പുഴുക്കാണോ? സബാഷ്. പിന്നെ മക്കളെ, നിങ്ങളുടെ
നമുക്ക് നാളെ രാവിലെ തന്നെ വീടെത്തണം. ആശുമോനെ, സ്കൂള് നാളെ ഇനി തുറക്കും. വീട്ടിലോട്ടൊക്കെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നാളെ രാവിലെ തന്നെ വിട്ടേക്കാം. ആ, അത് പറയാൻ മറന്നുപോയി. ഉത്സവം ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് പോയിട്ട് ഉത്സവത്തിന്റെ അന്ന് വരാം. എന്നാ അമ്മ ഇത്ര പെട്ടെന്ന് സ്കൂൾ തുറക്കുന്നേ? അത് ശരി, 2 ദിവസം എക്സ്ട്രാ കിട്ടിയതൊന്നും പോരായിരിക്കും. എന്ത് കഷ്ടമാണോ. സാരമില്ല കേട്ടോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാലോ. പിന്നെന്താ, വാ, ഉള്ള നേരത്ത് ചക്കപ്പുഴുക്ക് കഴിക്കാം. എന്നിട്ട് ഹനുമാൻ രംഗം മൊത്തവും ചുട്ടു ചാമ്പലാക്കി. അപ്പൊ സീതാദേവിയോ? അവസാനം രാമൻ രക്ഷിക്കും. ഹായ്, നല്ല കഥ. അമ്മമ്മ ഒരു കഥയും കൂടി പറ. അയ്യോ, നേരെ ഒരുപാടായി. ഇനിയൊക്കെ കഥ പിന്നെ ആവാം. എന്നാ അമ്മമ്മ, ഞാൻ നാളെ പോകത്തില്ലേ? എപ്പോൾ വന്നാലും അമ്മമ്മ കഥ പറയാം കേട്ടോ. ഇപ്പോൾ ഉറങ്ങും മക്കള്. പ്ലീസ് അമ്മമ്മ, ഒരു കഥയും കൂടി പ്ലീസ് പ്ലീസ്. ശരി, ഒരു കഥയും കൂടി പറയാം. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അത് ശരി, അപ്പോഴേക്കും ഉറങ്ങിയോ? ഇനി മക്കൾ ഉറങ്ങിക്കോട്ടോ. ഗുഡ് നൈറ്റ്.